ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പാവയ്ക്ക തോരൻ്റെ റെസിപ്പിയാണ്. അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം കേട്ടോ. ശേഷം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത്ര തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് മൂടി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചുവട്ടിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവിയിലിരുന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പാവയ്ക്കാത്തോരൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.